അങ്ങനെ 2 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം നമ്മുടെ കൈരളി ശ്രീ തൃശ്ശൂർ കൈരളി ശ്രീ അതാ തിരിച്ചു വന്നിരിക്കുകയാണ്. ഇന്ന് ജൂലൈ 1 ഉദ്ഘാടനമായിരുന്ന 4-ാം തീയതി മുതൽ സിനിമ പ്രദർശനം ആരംഭിക്കും. അപ്പോൾ ഇന്ന് ഉദ്ഘാടനമായിരുന്ന ഓൾറെഡി മെയ് 27-ാം തീയതി ഒരു ഉദ്ഘാടനം വെച്ചിട്ട് നമുക്ക് നിരാശയായിരുന്നു. അതിൻ്റെ ഒരു വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് എനിക്ക് രാവിലെ ഉദ്ഘാടന സമയത്ത് എനിക്ക് വരാൻ സാധിച്ചില്ല. എനിക്കൊരു ഹോസ്പിറ്റൽ കേസ് ഉള്ളതുകൊണ്ട് എനിക്ക് രാവിലെ വരാൻ പറ്റിയില്ല. ഇപ്പം നമ്മൾ വൈകിട്ടാണ് ഫ്രീ ആയത്. അപ്പോൾ രാത്രിയാണ് ഞാൻ ഇറങ്ങിയത്. സത്യം പറഞ്ഞാൽ ഇവിടെ വരുമ്പോൾ എനിക്ക് ഇതുപോലൊരു വ്ളോഗ് എടുക്കാൻ പറ്റുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചതല്ല. കാരണം ഇവിടെ തുടരും സിനിമ ഫ്രീ ആയിട്ട് ഇന്ന് സൗജന്യ പ്രദർശനം തുടരും സിനിമ കളിക്കുന്നുണ്ട്. അപ്പോൾ അതിന് 6 മണിക്കായിരുന്നു ഷോ. പക്ഷേ 6 മണി നേരത്തും എനിക്ക് വരാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഞാൻ ഒടുക്കം 7:30-ക്കാണ് ഞാൻ തിയേറ്ററിൽ എത്തിയത്. സത്യം പറഞ്ഞാൽ എന്നെ കടത്തി വിടുന്ന പോലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ എന്തോ എന്നെ കടത്തി വിട്ടു. അവർ നല്ല സ്റ്റാഫുകളും നല്ല മാനേജ്മെൻ്റ് ആയിരുന്ന അവർ എന്നെ കടത്തി വിട്ടു. തുടരും കൈരളിയിലുണ്ട്, കയറി കണ്ടോളൂ എന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ കുറച്ച് നേരം തുടരും കണ്ടിട്ട് നമ്മുടെ വ്ളോഗ് എടുക്കാനായിട്ട് പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഞാനിപ്പം മുമ്പ് കാണിച്ച വീഡിയോ ആണ് നമ്മുടെ കൈരളി നമ്മൾ ടിക്കറ്റ് എടുത്ത് കയറി വരുന്ന ഫസ്റ്റ് ക്ലാസ്സിൻ്റെ ഒരു ഫ്ലോർ എന്ന് പറയുന്നത്. ഇപ്പോൾ കാണുന്നത് ഇതിപ്പോൾ ചില്ലുകൊണ്ട് അടച്ചിരിക്കുകയാണ്. ഇവിടെ ആയിരുന്ന മുമ്പത്തെ കൈരളിയുടെ ഫസ്റ്റ് ക്ലാസ്സിലോട്ട് കയറി പോകുന്ന ആ സ്റ്റെപ്പാണ് നിങ്ങളവിടെ കാണുന്നത്, ആ ബലൂണൊക്കെ കെട്ടിയിരിക്കുന്നത്. പക്ഷെ അവിടെ ഇപ്പോൾ എന്താ ഇവിടെ ഗ്ലാസ് കൊണ്ടൊക്കെ ചെറിയ ഡോറൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ ഇപ്പോൾ എന്താണ് വരണതെന്ന് അറിയില്ല. അപ്പോൾ അതേ നമുക്കിവിടെ കാണാം ബാർക്കോ 4K ലേസർ പ്രൊജക്ഷനാണ് നമ്മുടെ കൈരളി ശ്രീയിൽ യൂസ് ചെയ്തിരിക്കുന്നത്. 2 തിയേറ്ററിലും കൈരളിയിലും ശ്രീയിലും അത് ബാർക്കോ 4K ലേസർ പ്രൊജക്ഷൻ തന്നെയാണ്. അതുപോലെ തന്നെ സൗണ്ട് വരുന്നത് നമുക്കിവിടെ കാണാം ഡോൾബി അറ്റ്മോസ് 36 ചാനൽ വരുന്നതാണ് കണ്ടത്. അപ്പോൾ കൈരളി നമ്മളിപ്പോൾ ആദ്യം കാണിക്കുന്നത് ശ്രീ ആട്ടോ. ശ്രീയുടെ ഉത്ഭാഗം കാണിച്ചതിന് ശേഷമായിരിക്കും നമ്മൾ കൈരളിയുടെ കാണിക്കുക. കാരണം കൈരളി ഇപ്പോൾ തുടരും സിനിമ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ആദ്യം ശ്രീയുടെ വീഡിയോസ് എടുക്കാം, അതിനുശേഷം നമുക്ക് കൈരളിയിലോട്ട് പോകാം. അപ്പോൾ ശ്രീയുടെ സൈഡ് ഭാഗം ആ ഒരു ഡോറൊക്കെ വരുന്നത് ഇവിടെയാണ്. അപ്പം നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ഇനി പതുക്കെ ശ്രീയുടെ ഉള്ളിലോട്ടൊന്ന് കയറി നോക്കാം. ഉള്ളിൽ ലൈറ്റൊക്കെ ഉണ്ടോയെന്ന് അറിയില്ല, എന്നാലും നമുക്കൊന്ന് കയറി നോക്കാം. അങ്ങനെ നമ്മളിത് ശ്രീയുടെ അകത്തോട്ട് കയറി. അപ്പോൾ ഇവിടെ കയറിപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര സൈലൻ്റ് അന്തരീക്ഷമാണ് ഇതിൻ്റെ അകത്ത്. അതുകൊണ്ട് തന്നെ സത്യം പറയും ഇതിൻ്റെ അകത്ത് കയറിയപ്പോൾ ഇനിയിപ്പോൾ എനിക്ക് പേടിയായിട്ടാണ്. കാരണം ഒരാളും എനക്കില്ല. ആ ഡോറും കൂടി നടന്നു കഴിഞ്ഞപ്പോൾ ഫുൾ സൈലൻ്റായി. ആകെ കാണുന്ന വെളിച്ചമുള്ളൂ. അവ വേറെ ലൈറ്റും കാര്യങ്ങളും, അതായത് ആ സൈഡിലൊക്കെ ഒരു വാം ലൈറ്റൊക്കെ ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് തന്നെ കാണും ഒരു വര പോലെ ഒരു ലൈറ്റ്. അത് ഭയങ്കര രസമായിരുന്നു. അതിൽ ഇട്ടുണ്ടായിരുന്നെങ്കിൽ നല്ല രസമായിരുന്നു. പക്ഷേ ഇപ്പോൾ അത് ഓഫ് ചെയ്തിരിക്കുകയാണ്. കാരണം ഇപ്പോൾ നോർമൽ കുറച്ച് മെയിൻ ലൈറ്റുകൾ മാത്രമാണ് ശ്രീയിൽ ഇട്ടിരിക്കുന്നത്. മറ്റേ ആ മെയിൻ ഒരു വാം ലൈറ്റ് ഉണ്ട്, ഒരു ഗോൾഡൻ കളർ ലൈറ്റ് നിങ്ങൾക്ക് അവിടെ കാണുന്നതേ കണ്ടില്ലേ, അതും കൂടി ഇട്ടുണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടി ഭംഗിയായിട്ട് നമുക്കത് കിട്ടിയേനെ. പക്ഷെ അതിപ്പോൾ ഓഫ് ചെയ്തിരിക്കുകയാണ്. എങ്കിലും കുഴപ്പമില്ലാത്തൊരു വെളിച്ചം നമുക്കുണ്ട്. മുകളിലെ ലൈറ്റുകളൊക്കെ ഇട്ടുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ലൊരു വെളിച്ചം നമുക്കിവിടെ ഉണ്ട്. അപ്പോൾ ഇതാണ് കൈരളി ശ്രീ. ഇപ്പോൾ നമ്മൾ ശ്രീയാണ് എടുക്കുന്നത്. ശ്രീയുടെ ഫസ്റ്റ് ക്ലാസ്സാണ് ഈ കാണുന്നത്. 125 രൂപയാണ് ഫസ്റ്റ് ക്ലാസ്സിന് ടിക്കറ്റ് ചാർജ് വരുന്നത്. ഈ കാണാനുള്ള സീറ്റ് അത്യാവശ്യം നല്ല ക്വാളിറ്റി സീറ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ശ്രീയുടെ ഫസ്റ്റ് ക്ലാസ്. അപ്പോൾ നമുക്കിനി ബാൽക്കണിയിലേക്ക് പോകാം. അപ്പോൾ നമ്മളിത് കൈരളി ശ്രീയുടെ ബാൽക്കണി ഫ്ലോറിലേക്ക് വന്നിരിക്കുക കേട്ടോ. അപ്പോൾ ഇതിലൂടെ നമ്മൾ സ്റ്റെപ്പ് കയറി ഇപ്പോൾ ഈ ഒരു ഇതിലേക്കാണ് നമ്മൾ എത്തുന്നത്. ഇത് കൈരളിയുടെ ഡോർ കേട്ടോ. കൈരളിയുടെ ബാൽക്കണിയുടെ ഡോറാണ് ഈ കാണുന്നത്. നമുക്ക് പോകേണ്ടത് ശ്രീയിലേക്കാണ്. നമുക്ക് ആദ്യം കൈരളി ഇപ്പോൾ ഷോ കഴിയട്ടെ, തുടരും കളിച്ചുകൊണ്ടിരിക്കുകയാണ്, ഞാൻ നേരത്തെ പറഞ്ഞത്. അപ്പോൾ നമ്മൾ ശ്രീയുടെ വീഡിയോ ആണ് നമ്മളിപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ശ്രീയുടെ ഫസ്റ്റ് ക്ലാസ് കഴിഞ്ഞ് ഇപ്പോൾ ശ്രീയുടെ ബാൽക്കണി വീഡിയോ എടുക്കാനാണ് നമ്മൾ പോകുന്നത് കേട്ടോ. അപ്പോൾ ശ്രീയുടെ ബാൽക്കണിയിലോട്ട് പോകുന്ന ആ ഒരു വഴിയും ആ ലോബിയും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഇവിടെ പ്രത്യേകിച്ച് എന്തൊക്കെയോ ഇനി എന്താ വരണേന്ന് അറിയില്ല. നമുക്ക് അവിടെ ലിഫ്റ്റൊക്കെ കാണാണ്ട, കണ്ടില്ലേ, അവിടെ ഒരു ലിഫ്റ്റൊക്കെ ഉണ്ട്. ഈ സ്റ്റെപ്പൊക്കെ ഇവിടെ നല്ല ഡിസൈനൊക്കെ. പിന്നെ ഇത് മറ്റേ സിനിമയുടെ പോസ്റ്ററൊക്കെ വയ്ക്കണ ആ ഒരു ബോർഡാന്ന് തോന്നുന്നു. ഓക്കെ, അപ്പോൾ നമ്മളിത് ശ്രീയുടെ ബാൽക്കണിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ബാൽക്കണിയിലോട്ട് പോണ വഴിക്ക് നമുക്ക് അടിയിൽ കണ്ട ആ ഒരു ബാർക്കോൻ്റെയും അറ്റ്മോസിൻ്റെയും ആ ഒരു ഇത് കൂടെ കാണാം. ബാൽക്കണിയിലോട്ട് കയറുന്നതിന് മുന്നേ നമുക്ക് ആ ടോയ്ലറ്റ് ഇതാട്ടോ, നമ്മുടെ ജെൻസ് ടോയ്ലറ്റ് വരുന്നത് ഇതാണ്. അത്യാവശ്യം ക്ലീൻ ആയിട്ടുള്ളൊരു ടോയ്ലറ്റ് തന്നെയാണ്. അപ്പോൾ നമുക്കിനി ശ്രീയുടെ ബാൽക്കണി കാണാം. അങ്ങനെ നമ്മളിത് ശ്രീയുടെ ബാൽക്കണിയിൽ എത്തിയിരിക്കുകയാണ്. കിടു എന്ന അത്രയും രസകരമായിട്ട് തന്നെ അവർ ചെയ്തെടുത്തിട്ടുണ്ട്. ബാൽക്കണി എല്ലാം ഡോൾബി അറ്റ്മോസിൻ്റെ സ്പീക്കേഴ്സൊക്കെ നമുക്ക് ഇവിടുന്ന് എടുത്ത് കാണാം. കണ്ടില്ലേ, അറ്റ്മോസിൻ്റെ ലോഗോയ്ക്ക് പതിപ്പിച്ചിട്ടുള്ള ആ ഒരു സ്പീക്കറും കാര്യങ്ങളൊക്കെ. പിന്നെ നല്ല ക്വാളിറ്റിയുള്ള സീറ്റുകൾ തന്നെയാണ് അവരിവിടെ വെച്ചിരിക്കുന്നത് കേട്ടോ. ഈ കാണുന്നത് കപ്പിൾ സീറ്റാണ്. സോഫ ഇതിന് 200 ടിക്കറ്റ് ചാർജ് വരുന്നത്. പിന്നെ നോർമൽ ബാൽക്കണി 175
ഫസ്റ്റ് ക്ലാസ്സിൽ 125, ബാൽക്കണി 175, പിന്നെ കപ്പിൾ സീറ്റ് സോഫ അത് 200 ടിക്കറ്റ് ചാർജ് വരുന്നത്. അപ്പോൾ നമ്മുടെ ശ്രീ തിയേറ്ററിൻ്റെ ബാൽക്കണിയിൽ നിന്ന് അടിയിലേക്ക് നോക്കുമ്പോൾ കാണുന്ന കാഴ്ചയാണ്, അതായത് ബാൽക്കണിയിൽ നിന്ന് ഫസ്റ്റ് ക്ലാസ്സിലേക്ക് നോക്കുമ്പോൾ ഉള്ളൊരു കാഴ്ചയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ല രസമുണ്ട്. ആ സീറ്റ് 2 കളറിലുണ്ട്, റെഡും ബ്ലാക്കും മിക്സ് ആയതുകൊണ്ട് തന്നെ മുകളിൽ നോക്കുമ്പോൾ നല്ല രസമുണ്ട്. സ്ക്രീൻ എന്തുകൊണ്ടൊക്കെ മറിച്ചിട്ടിരിക്കുകയാണ്. ഓക്കെ, അങ്ങനെ സീറ്റും അടിയിലത്തെയും ബാൽക്കണിയിലും സീറ്റ് ഏകദേശം സെയിം തന്നെയാണ്. പിന്നെ ആ ബാക്കിലെ ആ ഒരു സോഫ കപ്പിൾ സീറ്റ് മാത്രമാണ് വ്യത്യാസമുള്ളൂ. ബാക്കി നോർമൽ ബാൽക്കണിയിലെ സീറ്റുകളും ഫസ്റ്റ് ക്ലാസ്സിലെ സീറ്റുകളൊക്കെ സെയിം തന്നെയാണ്. അപ്പോൾ നമുക്കിവിടെ കാണുന്നത് ഡോൾബി അറ്റ്മോസിൻ്റെ സബ് വൂഫറൊക്കെ ഇതിവിടെ കാണാം. സൈഡിൽ ആ ഡോറിൻ്റെ എക്സിറ്റിൻ്റെ മുകളിൽ തന്നെയാണ് ആ ഒരു സബ് വൂഫർ വരണത് കേട്ടോ. അത് അടിപൊളിയുണ്ട്. 2 സൈഡിലും സബ് വൂഫർ ഉണ്ട്. പിന്നെ എനിക്ക് എടുത്തു പറയേണ്ടത് തോന്നിയത് ഇവിടുത്തെ സീറ്റുകൾ ബാൽക്കണിയിൽ തന്നെ ഏറ്റവും പുറകിൽ വരുന്ന കപ്പിൾ സീറ്റ് ഉണ്ട്. ഈ കാണുന്ന കപ്പിൾ സീറ്റ് ഇത് അടിപൊളിയാണ്. ഇത് ഭയങ്കര ഇഷ്ടമായി. ഞാൻ ആദ്യമായിട്ടൊരു കപ്പിൾ സീറ്റ് കാണണം കേട്ടോ തിയേറ്ററിൽ. അത് തൃശ്ശൂർ ഇപ്പോൾ കൈരളി ശ്രീയിലാണ് ഇപ്പോൾ വന്നത്. അത് ഞാൻ പറയും കൈരളി മറ്റേ ഈ കാമുകന്മാർക്കൊക്കെ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ ഈ തൃശ്ശൂർ കൈരളി ശ്രീ തന്നെ ആയിരിക്കും. കാരണം അവർക്കൊക്കെ ഇരുന്ന് കാണാൻ പറ്റിയ ഒരു സീറ്റ് തന്നെ, നല്ല കുഷനൊക്കെ ഉള്ളൊരു സീറ്റാണ്. പിന്നെ ചെറിയൊരു പ്രൈവസി ഒക്കെ ഉണ്ട്. അതായത് ആ 2 സീറ്റിൻ്റെ അറ്റത്തിട്ട് ചെറിയൊരു മറവൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അവർക്ക് സിനിമ കാണാനായിട്ട് കുറച്ചുകൂടി കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു കപ്പിൾ സീറ്റ് തന്നെയാണ് അത് അറേഞ്ച് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ശ്രീ തിയേറ്റർ. ഇനി നമുക്ക് കൈരളിയിലേക്ക് പോവാം. അപ്പോൾ അതേ നമ്മളിതേ കൈരളിയിലേക്ക് കയറാൻ പോകട്ടെ. കൈരളിയുടെ ഫസ്റ്റ് ക്ലാസ്സാണ് ഈ കാണുന്നത്. കൈരളി പിന്നെ ഓൾറെഡി എല്ലാ ലൈറ്റ് ഇട്ട് വെച്ചിട്ടുണ്ട്. നമ്മുടെ തുടരും ഷോ കഴിഞ്ഞു. തുടരും സിനിമ ഞാൻ കയറി കണ്ടു, ബാൽക്കണിയിലിരുന്ന് തുടരും കണ്ടു. അതിന് ശേഷമാണ് നമ്മൾ ഈ ഒരു വ്ളോഗ് എടുക്കണേ. അപ്പോൾ ശ്രീയുടെ നമുക്ക് കണ്ടുപോലും. ഇനിയിപ്പോൾ കൈരളി പിന്നെ എല്ലാ ലൈറ്റും ഇട്ട് വെച്ചിട്ടുണ്ട്. ശ്രീയിൽ നമ്മൾ പോയപ്പോൾ മറ്റേ വാം ലൈറ്റ് ഇട്ടുണ്ടായിരുന്നില്ല. പക്ഷേ കൈരളിയിൽ വന്നപ്പോൾ ഇവിടുത്തെ എല്ലാ ലൈറ്റും കാര്യങ്ങളൊക്കെ അവർ ഓൾറെഡി ഇട്ട് വെച്ചിട്ടുണ്ട്. കൈരളി അതിന് ശ്രീ അതിൽ 2 ഒന്നിനൊന്നും മെച്ചമായിട്ടാണ് എനിക്ക് തോന്നിയത്. പിന്നെ ഇത് കണ്ട ഇവിടെ ഫ്രണ്ട് റോ സ്ക്രീനിൻ്റെ അവിടേക്ക് അത്യാവശ്യം സ്പേസ് ഇട്ടുണ്ട്. പക്ഷേ ഇവിടെ ഒരു 2 റോ സീറ്റ് വേറെ വരുന്ന എനിക്ക് തോന്നുന്നു. കാരണം അതുപോലൊരു പണി അവരവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട്. നിലവിൽ ഇപ്പോൾ ഈ കാണുന്ന ഫ്രണ്ട് റോൻ്റെ മുന്നിലൊരു 2 റോയും കൂടി വരാനുള്ള സാധ്യതയുണ്ട്. അറിയില്ല, എനിക്ക് കണ്ടപ്പോൾ തോന്നി. ലൈറ്റിങ്ങൊക്കെ അടിപൊളിയിട്ട് ആ ഒരു സൈഡിലെ വർക്കൊക്കെ നിങ്ങൾ കണ്ടില്ല. എല്ലാം വളരെ രസകരമായിട്ട് തന്നെയാണ് അവർ അത് ചെയ്തെടുത്തിരിക്കുന്നത്. പൊളി. പ്രത്യേക കുറച്ചും കൂടി ലൈറ്റ് വർക്ക് മറ്റേ ശ്രീനഗറും കുറച്ചുകൂടി ഒരു തിയേറ്ററിൻ്റെ ഹാളിൽ വർക്ക് കുറച്ചും കൂടി കൈരളിലാണ് വന്നത് എനിക്ക് തോന്നുന്നു. പക്ഷേ എനിക്ക് 2 തിയേറ്റർ നന്നായിട്ട് ഇഷ്ടമായിട്ടാണ്. കൈരളി ശ്രീ ആയാലും അടിപൊളിയായിട്ടുണ്ട്. പിന്നെ അതേ ഒരു നടക്കണ ഒരു വഴി, ആ ലൈറ്റ് പച്ച കളർ ലൈറ്റൊക്കെ രസമായിട്ടാണ്. പിന്നെ നല്ല സീറ്റ് ശ്രീയിൽ നമ്മൾ കണ്ട അതേ സീറ്റ് തന്നെയാണ് കൈരളി ശ്രീയിലൊക്കെ ഫസ്റ്റ് ക്ലാസ് ആയാലും ബാൽക്കണി ആയാലും അതുപോലെ തന്നെ മറ്റേ കപ്പിൾ സോഫയിലും എല്ലാം സെയിം തന്നെയാണ്. ഇപ്പോൾ കർട്ടൻ മറ്റേ സ്ക്രീൻ മറച്ചിരിക്കുക കേട്ടോ ഒരു സംഭവം വെച്ചിട്ട്. അപ്പോൾ സീറ്റൊക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റി സീറ്റ് തന്നെയാണ്. ഞാൻ ഇരുന്ന് നോക്കി, നല്ല കുഷനൊക്കെ ഉള്ള അടിപൊളി സീറ്റ് തന്നെയാണ് കേട്ടോ കൈരളിയുടെ ഫസ്റ്റ് ക്ലാസ്. അപ്പോൾ നമുക്കിനി കൈരളിയുടെ ബാൽക്കണിയിലേക്ക് പോവാം. യെസ്, അപ്പോൾ നമ്മൾ കൈരളിയുടെ ബാൽക്കണിയിൽ എത്തിയിരിക്കുകയാണ്. ബാൽക്കണി പറയാല്ലേ കിടു, എന്താ പറയുക, അടിപൊളിയുണ്ട്. പിന്നെ ഇപ്പോൾ നിലവിലിപ്പോൾ ഒരു തടസ്സം എന്ന് പറയുന്നത് ആ ബാൽക്കണിയുടെ ഒരു ചില്ല്, അതായത് ആ ഫ്രണ്ടിൽ വരുന്ന ഗ്ലാസ് ഉണ്ടല്ലോ, അത് ചെറിയൊരു തടസ്സമായിട്ട് ഇപ്പോൾ നിൽക്കുന്നുണ്ട്. പക്ഷെ അത് മാറ്റുന്നവർ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അവരെ കൈരളിയിലും ശ്രീയിലും 2 തിയേറ്ററിലും ആ ബാൽക്കണിയുടെ ആ ഒരു ഗ്ലാസ് ഒരു പ്രശ്നമായിട്ട് നിൽക്കുന്നുണ്ട്. പക്ഷെ അതവർ ഞാൻ അവിടുത്തെ തിയേറ്റർ മാനേജ്മെൻറ്റായിട്ടൊക്കെ ഞാൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അവരത് എന്തായാലും നീക്കം ചെയ്യും, ഉടൻ തന്നെ മാറ്റം, എന്തൊരു ഇൻസ്പെക്ഷൻ എന്തോ കൊണ്ട് വരുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് എന്തായാലും അത് മാറ്റുമെന്ന് നമുക്ക് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് കുഴപ്പമില്ല. ഇനി സിനിമകൾ റെഗുലറായിട്ട് ഷോ തുടങ്ങുമ്പോഴേക്കും അവർ ആ ഒരു ഗ്ലാസ് ആ ഒരു പ്രോബ്ലം അവർ നീക്കം ചെയ്യും. അപ്പോൾ കൈരളിയുടെ ബാൽക്കണി ഇത് തന്നെയാണ്. നമ്മൾ ശ്രീയിൽ കണ്ട പോലെ തന്നെ അതേ കപ്പിൾ സീറ്റും കാര്യങ്ങളൊക്കെ തന്നെയാണ്. എല്ലാം കൊണ്ടും കിടു സെറ്റപ്പ് തന്നെയാണ്. നമ്മുടെ കൈരളി ശ്രീയുടെ 2ാം വരവ് വളരെ ഗംഭീരമായിട്ട് തന്നെ തോന്നിയിരിക്കുന്നത്. എല്ലാം കൊണ്ടും കൈരളിക്കാകെ മാറിപ്പോയി. കൈരളി ശ്രീയൊക്കെ നമ്മുടെ മുമ്പത്തെ കൈരളി ശ്രീനെക്കൂടെ ഒരുപാട് മാറിപ്പോയി. വളരെ നല്ല രീതിയിൽ തന്നെ അവരത് ചെയ്ത് ആ ഒരു വർക്ക് അവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പം ഇതാണ് കൈരളിയുടെ ഫസ്റ്റ് ക്ലാസ്. നമ്മുടെ ബാൽക്കണിയിൽ നിന്ന് നോക്കുന്ന കൈരളിയുടെ ഒരു ഫസ്റ്റ് ക്ലാസ്സിൻ്റെ വ്യൂ തന്നെയാണ്. അടിപൊളി. ആ ലൈറ്റും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ അപ്പോൾ എല്ലാം ഇപ്പോൾ നമ്മളിത് പുറത്തേക്ക് ഇറങ്ങിയിട്ടോ. ഇനിയിപ്പോൾ ഇതായിരുന്നു കൈരളിയുടെ ഫസ്റ്റ് ക്ലാസ്സിലോട്ട് നമ്മൾ ആദ്യം കയറുണ്ടായിരുന്ന ഒരു വഴി ഇതായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇതിലൂടെ അല്ല, ഇപ്പോൾ മറ്റേ വഴിയാണ് കയറ്റുന്നത്. ഇവിടെ ഇപ്പോൾ എന്തോ ക്യാൻറ്റീൻ വരുന്നുണ്ടെന്ന് തോന്നുന്നു, അറിയില്ല. അതെ ക്യാൻറ്റീൻ തന്നെ ആയിരിക്കണം. അപ്പോൾ അതിൻ്റെ വർക്കുകളൊക്കെ അത് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുക തന്നെയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ പുതിയ അപ്ഡേറ്റ് ചെയ്ത കൈരളി ശ്രീ. പിന്നെ നമ്മുടെ ബോക്സ് ഓഫീസ് കൗണ്ടർ അടിയിലാട്ടോ വരുന്നത്, പാർക്കിങ്ങിന് അടിയിലാണ് വരുന്നത്. അവിടെ കൈരളി ശ്രീയുടെ ഷോ സമയവും ടിക്കറ്റ് ചാർജൊക്കെ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കൈരളി ശ്രീയുടെ 2ാം വരവ് എന്തായാലും ഉഷാറായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വന്ന് സിനിമ ആസ്വദിക്കുക. ഓക്കെ, ബൈ.